കാറ്റത്തെ കിളിക്കൂട് അതെ റേറ്റിംഗിൽ നമ്പർ 1 പൊസിഷനിൽ എത്തുകയാണ്. കാറ്റത്തെ കിളിക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരിയലായിട്ട് മാറിയിരിക്കുകയാണ്. മെഗാ എപ്പിസോഡ് ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആ ഒരു ട്വിസ്റ്റ്, അത് നികേഷിൻ്റെ ട്വിസ്റ്റാണ് അല്ലേ? നികേഷ് അവരുടെ അനുജനാണോ? അല്ല. അമ്മ വേറെയാണ്, അച്ഛനും വേറെയാണോ? അതിനകത്ത് കാണിക്കുന്ന ആ ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയാണോ, അതോ നികേഷിൻ്റെ അച്ഛനും വേറെ തന്നെയാണോ? ഇങ്ങനത്തെ സംശയങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഫുൾ ആകാംക്ഷ നൽകുന്ന ഒരു സീരിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാറ്റത്തെ കിളിക്കൂട് എൻ്റെയും ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇന്നത്തെ മെഗാ എപ്പിസോഡിൽ ആദ്യത്തെ പാട്ട് വളരെ കൂളായിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്നുമില്ലല്ലോ ഇതിനകത്ത് കളിച്ച് ചിരിച്ച് ആ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ വലുതായിട്ട് നീതു വന്നു, നീതുവിൻ്റെ ചവറെടുത്ത് തലയിലിടുന്നു, അതൊക്കെ ആക്കി വലുതാക്കി അങ്ങ് നീട്ടി വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ പതുക്കെ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ആ സ്റ്റൗവിൽ നിന്ന് വന്ന ഒരു വലിയ രഹസ്യം, അത് കാരണമുണ്ടായ ആ വലിയ രഹസ്യം പടിപടിയായിട്ട് ആ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു ആ രഹസ്യം. ഇനി ബാക്കിയുള്ള ആ അറിഞ്ഞു കഴിഞ്ഞ് പ്രമോ തന്നെ നികേഷ് ഇത് അറിയുന്ന ഒരു പ്രമോയാണ്. അതായത് ഒരമ്മയുടെ മക്കളല്ല എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഒരമ്മയുടെ മക്കളല്ല എന്ന് നികേഷ് അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കരയുന്നു. അങ്ങനത്തെ ഒരു വലിയ വികാരഭരിതമായ ഒരു എപ്പിസോഡാണ്. മെഗാ എപ്പിസോഡ് വലിയൊരു ട്വിസ്റ്റുമായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് നീതു വന്നിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കാൻ പോവായിരുന്നു, വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിധിയും സുധീഷും സുഭാഷും അതേപോലെ തന്നെ ഹരീഷ് അവിടെ ഇല്ല, നികേഷും ഉണ്ട്. ഇത്രയും പേര് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് നീതു കരഞ്ഞുകൊണ്ട് വരുന്നത്. അതൊരു കോമഡി സീനായിട്ടാണ് ചിത്രീകരിക്കുക. പക്ഷേ എനിക്കത് കോമഡി ആയിട്ട് തോന്നിയില്ല, പക്ഷേ കോമഡി സീനാണ്. അപ്പോൾ ഇതിനകത്ത് നീതു വന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ ഞാൻ എത്ര 2 കൊല്ലമായിട്ട് ഈ ഹരിയുടെ പുറകെ അടക്കുകയാണ്. എന്നിട്ട് ഈ ഹരി പറഞ്ഞത് കേട്ടാ എന്താണ് എന്ന് കുറേ നേരം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും കേട്ടോ. മെഗാ എപ്പിസോഡല്ലേ, അപ്പോൾ നീട്ടി കൊണ്ടുപോകും. എന്താണ് മോളെ, എന്താണ്? കുറേ നേരം അയച്ചോ. ഞാനപ്പോൾ ഒരു മനസ്സിൽ വെച്ചു, ഒന്ന് പറ. അപ്പോൾ പറ മോളെ, എന്താണ്? എന്നോട് ചോദിക്കുകയാണ് സുഭാഷ് ചേട്ടനെ കെട്ടിക്കൂടെയെന്ന്. അപ്പോൾ സുഭാഷ് ചേട്ടൻ അയ്യേന്ന് പറഞ്ഞാവും. നിധിയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹരിയും നികേഷും സുധീഷും കൂടെ ഒടുക്കാത്ത ചിരി. എൻ്റെ അപ്പം ഇത്രമാത്രം ചിരിക്കാൻ എന്തുണ്ടെന്ന് എനിക്കറിയില്ല. ഓവറായിട്ട് കിടന്ന് കളിയാക്കുന്നുണ്ട്. അയ്യേ അങ്ങനെ ഞാൻ നോക്കിയോ, ഞാൻ ഇനി അയാളെ കാണത്തോലുമില്ല എന്നൊക്കെ പറഞ്ഞ് നീതു വിഷമത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇറങ്ങിപ്പോണതിന് മുന്നേ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിപ്പോണത് അത് ഭയങ്കര കോമഡി സീനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഹരി അവിടെ ഇല്ല. അപ്പോൾ നികേഷും നമ്മുടെ സുധീഷും കൂടെ അയ്യേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാനല്ല ടീച്ചർ ഇതെന്ത് എപ്പിസോഡ് മൊത്തം ഇത് തന്നെ ആയിരിക്കുമോ. അങ്ങനെ അപ്പോഴത്തേക്കും നിധി പറഞ്ഞ് എന്തിന് വെറുതെ ഓവറാക്കാതെ മതി എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. അപ്പം സുഭാഷ് പറഞ്ഞാൽ കൂടുതലാക്കാതെ ഓവറാക്കാതെ മതി, ഇന്നസെൻ്റായിട്ട് ചോദിച്ചതായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നീതു പോയ ശേഷം ഹരീഷ് വരെയാണ്. ഹരീഷ് വന്നപ്പോഴത്തേക്കും അപ്പം അവിടെ ഹരീഷ് വന്നപ്പോഴത്തേക്കും ഈ സുധീഷും നികേഷും കൂടെ വന്നല്ലോ എന്നൊക്കെ പറയുന്നത്. എന്ത് അല്ല നീതു വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചേട്ടാ എന്താണ് ആരെങ്കിലും ഇങ്ങനെ പറയൂടാ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഹരീഷിൻ്റെ മനസ്സിൽ സുഭാഷ് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ പെൺകുട്ടി 2 വർഷം പുറകെ, എന്നാലും ആ പെൺകുട്ടി 2 വർഷം പുറകെ നടന്നു. എന്നിട്ടും ചേട്ടനെ കെട്ടിക്കോളാൻ പറഞ്ഞത് ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. അത് അപമാനിക്കുന്നത് പോലെ തന്നെയാണ്, ആ കുട്ടീനെ അപമാനിക്കുന്ന പോലെ തന്നെയാണ് ഹരീഷ് പറഞ്ഞേക്കണത്. അപ്പോൾ ഹരീഷ് പറഞ്ഞു ഒന്നും ആലോചിച്ചിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നിധി അപ്പോൾ അത് കഴിഞ്ഞ് ഹരീഷ് പുറത്തേക്ക് മാറി നിന്നിട്ട് നിധി ചോദിക്കുന്നത്, ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണോ? അപ്പോൾ ഹരീഷിന് എനിക്കറിയില്ല, എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്, അവളോട് പോയിട്ടൊന്ന് സോറി പറയാൻ പറയും. അങ്ങനെ സോറി പറയാൻ വേണ്ടി രാത്രി നീതുവിൻ്റെ വീട്ടിലേക്ക് ഹരീഷ് പോവുകയാണ്. അപ്പോൾ അവിടെ ഈ സുധീഷ് ചുറ്റിക്കളികൾക്കും കള്ളം പറയാനും ഈ സുധീഷാണ് ഏറ്റവും വിരുദ്ധൻ. അതിനകത്ത് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും ഇച്ചിരി ഒരു നെഗറ്റീവ് സൈഡുള്ള സത്യം പറഞ്ഞാൽ സുധീഷിനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അല്ലേ? അവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്നത് എനിക്ക് സുഭാഷിനെയാണ് തോന്നിയിട്ടുള്ളത്. സുഭാഷ് നല്ലൊരു ഏട്ടൻ. ഇതുപോലത്തെ ഒരു ഏട്ടൻ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏട്ടനൊന്നുമില്ല, നല്ല പൊന്നുപോലത്തെ ഒരു ഏട്ടൻ. അപ്പം സുഭാഷിൻ്റെ ക്യാരക്ടർ എനിക്കൊന്ന് ആ ഹീറോ അഭിനയിച്ച എല്ലാ എനിക്ക് സീരിയൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരന് നല്ല സിങ്ക് ആവുന്നുണ്ട്. ആ ക്യാരക്ടർ നന്നായിട്ട് സിങ്ക് ആയിട്ടുണ്ട് അതിനകത്ത്. സുഭാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കര നമ്മളെ മനസ്സിൽ വരുന്നൊരു ക്യാരക്ടറാണ്.
അപ്പം സുധീഷ് അവിടെ ഉണ്ട്, കയ്യോടെ പിടിച്ചടാ നീ ഇവിടെ എന്താണ് ഇവിടെ പരിപാടി? അപ്പം ഹരീഷ് നീ എന്തിനിവിടെ വന്നത്? ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പറഞ്ഞു. നീതുവിൻ്റെ വീട്ടിലെ മുന്നിലാണ് കൂട്ടുകാരൻ. ഒന്നുമില്ല, നീ പൊക്കെ പോപ്പേ. എടാ കള്ളാ, നീ വന്നതല്ലേ ഇവിടെ, വന്ന് നടക്കട്ടെ. അങ്ങനെ സുധീഷ് പോയി ഒളിച്ചിരിക്കുന്നു. അപ്പം ഹരീഷ് പോയിട്ട് നീതുവിനെ വിളിക്കണം, ഒന്ന് വാ നീതു, എന്താണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കെട്ടിക്കോളാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതാണോ? അല്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയാണ്, നിങ്ങളെയൊക്കെ ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് പുറകെ നടന്നല്ലോ, അല്ലാതെ ആ സമയത്ത് അങ്ങനെ തോന്നിയതാണ്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നീതു ചവറിൻ്റെ കൊട്ടയെടുത്ത് തലയെ കൂടെ ഇടുകയാണ് ഹരീഷിൻ്റെ. അപ്പോൾ ഉടനെ ഇത് കണ്ടിട്ട് വരുന്നു സുധീഷ്. എടാ നാളിട്ട് വേണം പോയി കുളിക്കടാന്നൊക്കെ പറഞ്ഞ് സുധീഷ് പോകുന്നു. അങ്ങനെ സുധീഷ് വീട്ടിലെത്തുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ ശേഷം ഹരീഷ് വരുന്നുണ്ട് പതുക്കെ. അങ്ങനെ സുഭാഷ് അപ്പോൾ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടക്കുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വന്നത്. എങ്ങനെ നിങ്ങൾ രണ്ടുപേരും ശത്രുക്കളല്ലേ, സുധീഷും ഹരീഷും, എങ്ങനെ ഒന്നിച്ച് വന്ന്? അത് പിന്നെ അപ്പോൾ സുധീഷ് ഇങ്ങനെ ഇട്ട് വട്ടം കളിപ്പിക്കുന്നുണ്ട് ഹരീഷിനെ എന്തോന്ന്. അപ്പം ഞാൻ ആലോചിച്ച് ഇത് എന്തോന്ന് എപ്പിസോഡ്, ഇത് ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ നടക്കാൻ പോയപ്പോൾ കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ സുഭാഷ് എന്താണ് പ്രശ്നം പറ. അപ്പോൾ സുധീഷ് അല്ല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല, എൻ്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുഭാഷ് പറയുന്നത് അത് പിന്നെ അവർ നിധിയും നികേഷും കൂടെ എങ്ങോട്ടാ പോയി, അത് കൊള്ളാം. അപ്പോൾ സുധീഷിൻ്റെ വിഷമം, ചേട്ടനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം സുഭാഷ് ചേട്ടനെ, നികേഷിനെ ആണെങ്കിൽ കൊച്ചനിയനെ പോലെ കുഞ്ഞുമാവെ പോലെയാണ് കൊണ്ടു കിടക്കുന്നത്, ഹരീഷിനെയും ഭയങ്കര ഇഷ്ടം, എന്നെ മാത്രമാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ സുധീഷ് പറയണം നിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും, നിൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ, നിൻ്റെ കൂടെ താമസിക്കുന്നത് നമുക്കേ തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഭാഗം വരുന്നത്. അടുത്ത ഭാഗത്തിൽ നമ്മുടെ നിധിയും നികേഷും കൂടെ കയറി വരികയാണ്. കയ്യിലൊരു ഇൻഡക്ഷൻ കുക്കറുണ്ട്. എന്താ സംഭവം? അയ്യോ ചേട്ടാ അത് ഞാനൊരു ഇൻഡക്ഷൻ്റെ വാങ്ങിച്ചതാണ്. അപ്പോഴത്തേക്ക് സുധീഷ് ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ, ഇന്ന് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം മേടിക്കണം എന്നുള്ളത്. പാവ സുഭാഷ് ചേട്ടൻ അവിടെ കിടന്ന് ഊതിയല്ലേ ഭക്ഷണം ഉണ്ടാക്കണത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് നുണയനാണ് നീ എന്ന് നിധി പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. എത്ര പെട്ടെന്ന് നുണ പറയാമോ അത്രയും നുണ പറയും ഈ സുധീഷ്. അങ്ങനെ ഓക്കെ ശരി, ഇത് ഞാനൊരു പാത്രം മേടിച്ചില്ല ഈ ഇൻഡക്ഷന് വെക്കാൻ പറ്റിയ. അതിപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നത് അതുകൊണ്ട് അകത്ത് കുറേ പാത്രങ്ങൾ മറ്റേ നമ്മൾ ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹരീഷിന് ഫോൺ വരികയാണ്. അപ്പോൾ ഉടനെ സുധീഷ് ആരാണ്? നീതു ആയിരിക്കും അല്ലേ? എടാ ഞാൻ പറയട്ടെ വട്ടം കറക്കുന്നേ ഹരീഷിനിട്ടിട്ട്. അപ്പം ബാക്കിയുള്ളവർ എന്താണ് അവിടെ പ്രശ്നം, എന്താണ്? അല്ല ഒന്നുമില്ല ഞാൻ പറയാം. എടാ പറയല് വാ. അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഒരാളെ കാണാൻ പോയി എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ പക്ഷേ ചവറിട്ട കാര്യം പറയുന്നില്ല. അങ്ങനെ വാ പൊത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ രാവിലത്തെ സീനിൽ നമ്മുടെ നികേഷിനെ ഭയങ്കര ചെല്ല മോനായിട്ടാണ് നിധി നോക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ റെഡിയായിരിക്കുമ്പോഴാണ് പിന്നെ അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്കും പഴയ സാധനങ്ങളൊക്കെ കൊണ്ടങ്ങിടുകയാണ് മുകളിൽ. നമ്മളൊക്കെ എടുത്തു ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കില്ല, അതുപോലെ ചാക്ക് കെട്ടുകളും എല്ലാം പെട്ടിയും ഇതും എല്ലാം കൊണ്ട് വെച്ചിട്ട് ഓരോന്നോരോന്ന് നോക്കണം. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും അതോ എൻ്റെ ബാഗ് സുധീഷ് പറയാണ്. അപ്പോഴത്തേക്കും ഹരി പറയാണ്, സുഭാഷ് പറയാണ്, ഇത് സുധീഷിൻ്റെ ബാഗാണ്, അപ്പോൾ പുതിയ ബാഗ് വേണമെന്ന് വാശി പിടിച്ചിട്ട് ഞാൻ അവന് മേടിച്ചു കൊടുത്ത പുതിയ ബാഗാണിത്. പഴയ ബാഗൊക്കെ ഹരീഷിന് കൊടുക്കും. അപ്പോൾ ഹരീഷ് പറയണം, എനിക്ക് ഇവൻ്റെ പുതിയ ബാഗൊന്നും കിട്ടൂല, എനിക്ക് ഇവൻ ഉപയോഗിച്ച ബാഗാണ് കിട്ടണത് എന്നൊക്കെ പറയും. എന്തായിരുന്നാലും പിന്നെ ഒരു നടവണ്ടിയുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, കുട്ടി ജനിച്ചാൽ ആർക്കാണോ കുട്ടി ജനിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാം. സുധീഷ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഈ പഴയ വേസ്റ്റ് അല്ലേ, പഴയ തുണികളും ഒക്കെ ഉണ്ട്, അതിനകത്ത് പഴയ പെൺകുട്ടിയുടെ ഡ്രസ്സുണ്ട്. അപ്പോൾ അത് ഹരീഷിൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാനും ആലോചിച്ചു, അപ്പോൾ നികേഷിന് പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവസാനത്തെ നമ്മൾ നോക്കുമ്പോൾ അവസാനത്തെ കുഞ്ഞിനല്ലേ നമ്മൾ കുറേ ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ജനിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ അവസാനത്തെ കുട്ടി ആണാണെന്ന് കരുതുമ്പോഴേ നമ്മൾ പെൺകുട്ടിയായിട്ട് വളർത്താനൊക്കെ ചില വീടുകളിലൊക്കെ നോക്കണത്. അതുപോലെയാണ് ഹരീഷിനെ നോക്കിയത്. അത് പെൺകുട്ടിയുടെ ഡ്രസ്സുകൾ കാണുന്നു. അപ്പോൾ നിധി ചോദിക്കുന്നത് ഇത് അപ്പോൾ ആർക്കാണ് ഈ ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷൊക്കെ ഇത് ഹരീഷാണ് ഇട്ടുകൊണ്ട് കിടന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ നികേഷ് വന്നില്ലേ, അപ്പോൾ നികേഷ് അല്ലേ ഇടേണ്ടത് ഞാൻ ആലോചിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവർ പറയുന്നത് ഹരീഷാണ് പെൺകുട്ടിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത് 3 വയസ്സ് വരെ. എല്ലാ സാധനം എടുത്ത് പുറത്ത് കളയാൻ നമുക്കെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് ഇതൊക്കെ വെക്കുന്നുണ്ട്. അച്ഛൻ ഇത് എന്തുവാടേ ഇത് ഇവിടെ കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു അവസാനം പെട്ടിയുണ്ട്. ആ പെട്ടി തുറക്കുമ്പോൾ ഫോട്ടോസ് കിട്ടും. അതിൽ അമ്മയും 3 മക്കളുടെ ഫോട്ടോ ഉള്ളത്. അപ്പോൾ തന്നെ എനിക്ക് ക്ലിക്ക് അടിച്ചു, ഇത് നികേഷ് അല്ല, നികേഷ് അവരുടെ മകനല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ട്വിസ്റ്റാണെന്നുള്ളത്. അങ്ങനെ നികേഷ് അതിനകത്തില്ല. അപ്പോൾ നികേഷ് ചോദിച്ചാൽ ഞാനില്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ തന്നെ സുഭാഷിൻ്റെ മുഖമൊക്കെ മാറി ടെൻഷൻ ആവാൻ തുടങ്ങി. ഹരീഷിനും ടെൻഷനായി, സുധീഷിനും ടെൻഷൻ. അങ്ങനെ 3 പേർക്കും കാര്യങ്ങൾ അറിയാം.
അപ്പം അവർക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. മതി മതി മതി, നമുക്ക് എല്ലാ ഫോട്ടോ ഒക്കെ എടുത്ത് അകത്ത് എന്നൊക്കെ പറയുന്നത്. അല്ല നമുക്ക് ഫോട്ടോസൊക്കെ കാണാം. അപ്പോഴത്തേക്ക് നികേഷ് നോക്കുമ്പോഴത്തേക്ക് ഓരോ സുധീഷേട്ടൻ്റെ കൂടെ അമ്മ നിൽക്കുന്നു, ഹരിയേട്ടൻ്റെ കൂടെ അമ്മ നിൽക്കുന്നു, സുഭാഷേട്ടൻ്റെ കൂടെ നിൽക്കുന്നു, എൻ്റെ കൂടെ മാത്രം ഒരു ഫോട്ടോ ഇല്ലല്ലോ. അത് നീ കൈക്കുഞ്ഞായിരുന്നില്ലേടാ, അതുകൊണ്ടാണ് ഇല്ലാത്തത്. എന്നായിരുന്നല്ലോ അങ്ങനെ. ശരി. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാനും അമ്മയുമായിട്ടുള്ള ഫോട്ടോ ഇല്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് സമയമില്ല, നമുക്കെല്ലാം മാറാം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ഒരു സ്ത്രീയുടെ ഫോട്ടോ അതിനകത്ത് നിന്ന് കിട്ടുന്നത്. നല്ല ഒരു ഭയങ്കര ഇവരെ കാട്ടി നല്ല ഒരു അതായത് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് നികേഷിൻ്റെ അമ്മയാണ്. അപ്പം ഇതാരാ? അത് പിന്നെ അവർ തപ്പയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കള്ളം പറയാൻ അറിയുന്ന സുധീഷാണെന്ന് തോന്നുന്നു പറയുന്നത്, അത് നമ്മുടെ ചെറിയമ്മയാണ്, നിനക്കറിയില്ല, നമ്മുടെ ചെറിയമ്മയുടെ ഫോട്ടോയാണ്. ശരി. അങ്ങനെ ഈ കുപ്പയൊക്കെ കൊണ്ട് അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് വെക്കുമ്പം ഈ എന്തുവാടാ കുപ്പയൊക്കെ ഇവിടെ കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നു. അങ്ങനെ അച്ഛൻ അകത്തേക്ക് വരുമ്പോഴാണ് നിധി അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അച്ഛൻ ലോറിയിൽ ഇരിക്കുന്ന ഫോട്ടോ. ഇത് ഞാൻ മറ്റേ സ്മടിക തുടങ്ങിയ സമയത്ത് എൻ്റെ ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ അതൊക്കെ മതി. എന്തായാലും അമ്മയുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ ഈ അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനും എൻ്റെ 3 മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കൺഫേംഡ് ആവും എൻ്റെ 3 മക്കൾ. അപ്പോൾ നികേഷ് ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഡൗട്ട് കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ ഹരീഷ് മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞ് അല്ലല്ല നമുക്ക് ഫോട്ടോ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിക്കുമ്പം അച്ഛനും ഈ ഹരീഷും തമ്മിൽ പിടിച്ച് വലിക്കുമ്പം മറ്റേ ഒരു സ്ത്രീയുടെ ഫോട്ടോ താഴേക്ക് വീഴുകയാണ്. അപ്പം ഈ ഇങ്ങേരുടെ മുഖം അങ്ങ് മാറും. അപ്പോഴത്തേക്കും ഇത് ചെറിയമ്മ. അപ്പം അച്ഛൻ അല്ല ഇത് ചെറിയമ്മയാണ്. ഇത് ചെറിയമ്മ. അപ്പോൾ സുഭാഷ് ഒന്നും പറയല്ലെന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആ ഫോട്ടോയുടെ കയ്യിൽ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരു കുഞ്ഞും ഒരു സ്ത്രീയുമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് പ്രൊമോ കാണിക്കുന്നത് നികേഷ് പറയുകയാണ് അച്ഛൻ വിളിച്ചോണ്ട് വന്ന സ്ത്രീ, കൂട്ടിക്കൊണ്ട് വന്ന സ്ത്രീയാണോ ഇത്, അതും ആ കുഞ്ഞുമാണോ ഇതെന്ന് നികേഷ് ചോദിക്കുന്ന പ്രൊമോയാണ് കാണുന്നത്. അപ്പം എൻ്റെ അമ്മ മരിച്ചുപോയ ശേഷം ഒരു ലേഡിയെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരല്ലേ ഇതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ അവരുടെ അമ്മയുടെ കൂടെയാണ് അവരിയ്ക്കുന്നത്, നിൻ്റെ അമ്മയുടെ കൂടെയാണ് നീ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സത്യം അങ്ങ് വിളിച്ച് പറയുകയാണ്. അതായത് സുധീഷും ഹരീഷും സുഭാഷും ഈ അച്ഛൻ്റെ കാര്യം പറയുന്നില്ല, ഒരമ്മയുടെ മക്കളാണ്, അവർ സഹോദരങ്ങളാണ്, ബ്ലഡ് റിലേഷനാണ്. പക്ഷെ നികേഷ് വേറൊരമ്മയുടെ മകനാണ് എന്നുള്ള സത്യം അവിടെയുള്ള എല്ലാവരും, നിധിയും നികേഷും അറിയുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവിടെ നികേഷ് പൊട്ടിക്കരയാണ്, നമ്മൾ സഹോദരങ്ങളല്ലല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ ഭയങ്കര വികാര നിർഭരമായ ആ മുഹൂർത്തമാണ്. ആൾക്കാർ ഭയങ്കരമായ എല്ലാവർക്കും ഭയങ്കര അപ്ലോസ് കൊടുത്തിട്ടുണ്ട്. കാര്യം എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ പ്രൊമോ ഒരു 3 മണിക്കൂർ മുന്നേ വന്നത്, നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. അതൊരു ട്വിസ്റ്റാണ്. ഇനി അത് കമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞത് അച്ഛനും എനിക്ക് തോന്നുന്നു നികേഷിൻ്റെ അച്ഛനും ഈ പുള്ളിക്കാരനല്ല. എനിക്ക് തോന്നുന്നത് വേറെ ഏതോ വീട്ടിൽ നിന്ന് ഇവർ ഓടി വന്നതോ പേടിച്ച് ഓടി വന്നതോ അങ്ങനെ എന്തോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്ലോട്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ തമിഴൊന്നും കാണലില്ല. എൻ്റെ ഒരു ഊഹം മാത്രം പറഞ്ഞാണ് വേറെ ഏതോ വീട്ടിൽ നിന്ന് ഈ അമ്മയും കുഞ്ഞും കൂടെ ഓടി വന്നപ്പോൾ ഇയാൾ മറ്റേ ലോറിയിൽ കയറ്റി ഇരുത്തി വന്നതായിരിക്കാം, മനസ്സിലായില്ല. അത് കാരണം പിന്നെ ഈ പുള്ളിക്കാരൻ അതൊന്നും അറിയത്തില്ല, വേറൊരു ബാക്ക് സ്റ്റോറിയാണ് കേട്ടോ. അത് ബാക്ക് സ്റ്റോറി ആയിരിക്കും. അങ്ങനെ ദേഷ്യം കൊണ്ടിട്ട് സുധീഷ് ഈ അച്ഛൻ്റെ മേൽ കൈ ഉയർത്തുന്നുണ്ട്. എടാ നിങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞത് മോശമാക്കിയതെന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഒരു വികാര നിർഭരമായ ഒരു സ്റ്റോറിയാണിത്. നമുക്ക് നോക്കാം ഈ കാറ്റത്തെ കിളിക്കൂടെ എങ്ങനെ പോകും എന്നുള്ളത്. നല്ല രസമുണ്ട്. കുളമാക്കാതിരുന്നാൽ മതി ദയവ് ചെയ്ത്. ഇല്ലാത്ത കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്ത് കുളമാക്കരുത്. ഞാൻ ഓവർ നന്മമനൻ ദൈവമേ ആരിൽ നിന്നും ഉണ്ടാവരുത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. നല്ല രസമായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല റേറ്റിംഗിൽ പോകുന്നുണ്ട്. നല്ലൊരു സീരിയലാണ്. നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.